വണ്ണം കുറക്കാൻ തീരുമാനിച്ചാൽ മലയാളി ആദ്യം ചെയ്യുന്നത് എന്താണ്? ഉച്ചക്കത്തെ ചോറങ്ങ് നിർത്തും. എന്നാൽ ഇത് ശരിയായ രീതിയാണോ? ചോറ് നിർത്തിയാൽ കൊഴുപ്പാണോ കുറയുന്നത്, അതോ നിങ്ങളുടെ മസിലാണോ? വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷനീഷ്. ഫിറ്റ് കേരള മിഷന്റെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചോറും വണ്ണം കുറയ്ക്കലും തമ്മിലുള്ള ശാസ്ത്രീയമായ സത്യങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാന അജണ്ട 4 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. ചോറ് നിർത്തുമ്പോൾ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് വാട്ടർ വെയിറ്റ്? ചോറ് വില്ലനാണോ? എങ്ങനെ ചോറ് കഴിച്ച് വണ്ണം കുറക്കാം? ആദ്യം തന്നെ ചോറ് നിർത്തുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ശരീരം പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്യൂവൽ അഥവാ ഊർജം വേണം. ശരിയല്ലേ? ഒരു വണ്ടി ഓടണമെങ്കിൽ ഫ്യൂവൽ വേണ്ടതുപോലെ നമുക്കും അത് ആവശ്യമാണ്. നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും പ്രവർത്തിക്കാൻ ഗ്ലൂക്കോസ് വേണം. ഇത് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്, അതായത് അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നും. നമ്മുടെ ക്ഷീണത്തിന് കാരണം കാർബ്സ് മൊത്തത്തിൽ കുറയുമ്പോൾ തന്നെ ശരീരം സ്റ്റാർവേഷൻ മോഡിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അമിതമായ ക്ഷീണം, ദേഷ്യം, തലകറക്കം എന്നിവ അനുഭവപ്പെടും. മസിൽ നഷ്ടവും ശരീരത്തിൽ കൊഴുപ്പിന് പകരം മസിലിനെ ഇന്ധനമാക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ ലുക്ക് മോശമാക്കാനും ശരീരം അയഞ്ഞു തൂങ്ങാനും തുടങ്ങും. പട്ടിണി കിടക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ചോറ് ഒഴിവാക്കുന്നവരെ. അടുത്തത് നമ്മൾ അറിയാൻ പോകുന്നത് വാട്ടർ വെയിറ്റ് എന്ന ചതിക്കുഴിയെ കുറിച്ചാണ്. ഓരോ ഗ്രാം കാർബോഹൈഡ്രേറ്റിലും 3 മുതൽ 4 ഗ്രാം വരെ വെള്ളത്തെ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. മനസ്സിലാക്കുക. പെട്ടെന്ന് ഉള്ള മാറ്റം, അതായത് ചോറ് പൂർണ്ണമായി നിർത്തുമ്പോൾ ആദ്യ ആഴ്ചയിൽ തന്നെ 2-3 കിലോ കുറയും. ഇത് കൊഴുപ്പ് കുറയുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിലെ വെള്ളം പുറത്തു പോകുന്നതാണ്. ഇത് കണ്ടിട്ടാവും പലരും ചോറ് കഴിക്കുന്നത് പൂർണ്ണമായി നിർത്തുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. തിരിച്ചടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീണ്ടും ചോറോ മധുരമോ കഴിക്കുകയാണെങ്കിൽ ഈ ഭാരം പെട്ടെന്ന് തന്നെ തിരികെ വരും എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ സാധാരണ യോയോ ഡയറ്റിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ചോറ് വില്ലനാണോ? നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇവിടെ പ്രശ്നമാകുന്നത് ക്വാണ്ടിറ്റി അഥവാ അളവാണ്. ചോറ് എന്നത് തടി കൂട്ടുന്ന ഒന്നല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ വലിയൊരു പാത്രം ചോറും കുറച്ച് കറിയും കഴിക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പൊതുവെ കാർബോഹൈഡ്രേറ്റിനെ സിമ്പിൾ എന്നും കോംപ്ലക്സ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. മൈദ, പഞ്ചസാര, പോളിഷ് റൈസ് എന്നിവ പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ കൂട്ടും. എന്നാൽ തവിടുള്ള അരി, അതായത് റെഡ് റൈസ്, ബ്രൗൺ റൈസ്, ഇവ വിശപ്പ് കുറക്കാൻ സഹായിക്കുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഇൻസുലിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മൾ വെളുത്ത അരി അമിതമായി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ കൂടും. പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇത് കൊഴുപ്പ് സംഭരിക്കാനുള്ള നമ്മുടെ ശരീരത്തെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോ എന്താണ് യഥാർത്ഥ പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാലൻസ്ഡ് പ്ലേറ്റ് ആണ് യഥാർത്ഥ പരിഹാരം.
പ്ലേറ്റിന്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% പച്ചക്കറികൾ, അതായത് ഫൈബർ ലഭിക്കാൻ വേണ്ടിയിട്ട്, 25% പ്രോട്ടീൻ, മീന്, മുട്ട, പയർവർഗ്ഗങ്ങള്, എന്തിന്, മസില് നിലനിർത്താൻ. ബാക്കി 25%മാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്. അത് തന്നെ തവിടുള്ള ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി. സമയക്രമം ഉച്ചക്ക് ചോറ് കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാത്രി ലഘുവായ ഭക്ഷണം മാത്രമേ പാടുള്ളൂ. കഞ്ഞിയോ ഓട്സോ സാലഡ്സോ നമുക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ച്യൂയിങ്. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക എന്നത്. ഇത് തലച്ചോറിന് വയർ നിറഞ്ഞു എന്ന സിഗ്നൽ നൽകാൻ സമയം നൽകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ രക്ഷിതാക്കളൊക്കെ പറയാറുണ്ടായിരുന്നു, ഒരു ഉരുള ചോറ് വായിലിട്ട് കഴിഞ്ഞാൽ 20 തൊട്ട് 25 തവണ ചവക്കണമെന്ന്. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് താഴെ ചോദിക്കാം. യെസ്, രാത്രി ചോറ് കഴിക്കാമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും കഴിക്കാമെന്ന് തന്നെയാണ്. പക്ഷേ അളവ് കുറക്കണം. ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ചോറ് കഴിക്കണം. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് ശരിയായ രീതിയിൽ ക്രമീകരിച്ചാണ് നമ്മൾ വണ്ണം കുറയ്ക്കേണ്ടത്. ചോറ് എന്നത് ഒരിക്കലും നമ്മുടെ ശത്രുവല്ല, അത് മിത്രമാണ്. അതിന്റെ അളവാണ് നിയന്ത്രിക്കേണ്ടത്. ഇതുപോലെയുള്ള ശാസ്ത്രീയമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ കോച്ചിങ് വേണമെങ്കിൽ താഴെ ഉള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വെറും 500 രൂപ തൊട്ടിട്ടുള്ള പ്ലാനുകൾ അവൈലബിൾ ആണ്. ആരോഗ്യകരമായ ഒരു കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഞാൻ നിങ്ങളുടെ കോച്ച് ഷനീഷ്. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.